യേശു ഒരു മതത്തിന്റെ ദൈവം അല്ല. Let me tell you one more thing. Jesus is the founder of any ക്രിസ്ത്യാനികളുടെ ദൈവം അല്ല. Jesus is not only the God of Christians. ഇന്ന് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ യേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ അവിടുന്ന് കഴിയും. അതുകൊണ്ട് രണ്ട് കരവും ഉയർത്തി ശബ്ദം ഉയർത്തി വിളിച്ച് യേശുവേ എന്ന് വിളിച്ചാട്. If you believe in Jesus and call upon his name, and before you reach your home, God will do wonders for you. 1 കൊരിന്ത്യർ ലേഖനം 1:30 1 Corinthians chapter 1 verse 30. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നാം അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. It says here, it is because of him that you are in Christ Jesus. ക്രിസ്തുയേശു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരിക്കുന്നു. Jesus gave us righteousness, holiness and redemptions. യേശു നിന്റെ ലൈഫിലുള്ളത് കൊണ്ട്, because of Jesus in your life, വല്ലപ്പോഴുമുള്ള വിടുതലല്ല നീ കാണാൻ പോകുന്നത്. you are not going to see any often miracles in your life. നിനക്ക് വേണ്ടി എല്ലാ ദിവസവും നീ അത്ഭുതങ്ങളെ കാണാൻ പോകും. Every day you are going to see miracles in your life. വലങ്കരം ഉയർത്തി പറഞ്ഞാട്ടെ. You may lift up your right hand and say, യേശുവാണ് എൻ്റെ ജ്ഞാനം. You may say, Jesus is my wisdom. യേശുവാണ് എൻ്റെ നീതി. Jesus is my righteousness. യേശുവാണ് എൻ്റെ ശുദ്ധീകരണം. Jesus is my holiness. യേശുവാണ് എൻ്റെ വീണ്ടെടുപ്പ്. Jesus is my redemption. Once again, അതോ പറഞ്ഞാട്ടെ, യേശുവാണ് എൻ്റെ നീതി. Repeat after me. Jesus is my യേശുവാണ് എൻ്റെ ജ്ഞാനം. Jesus is my wisdom. യേശുവാണ് എൻ്റെ ശുദ്ധീകരണം. Jesus is my holiness. യേശുവാണ് വീണ്ടെടുപ്പ്. Jesus is my redemption. പുതിയ നിയമത്തിൽ നീ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, നീ ആശ്രയിക്കുന്നത് യേശു പൂർണ്ണമായതായതുകൊണ്ട് എവിടെയും എല്ലായിടത്തും നിന്നെ ജയാളിയായി തന്നെ അവൻ നിർത്തും. In the New Testament, you are not redeemed by your deeds, but because of Jesus you are something. നീ ജയാളിയാണ്. ഇന്ന് പകലും ചിലരുടെ കുടുംബത്തിനകത്ത് ജയോത്സവത്തെ എന്റെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്.